പോയിക്കോ, സിമ്പിൾ ആയിട്ട് പൊക്കുന്നേക്കോ. അത് കോപ്പിയാ? അത് ബാഹുബലി. അഭിനയിക്കുന്നേ ചെയ്. കൊണ്ട് നടന്നില്ലേ? തല ഇറങ്ങി. പറഞ്ഞോ. നീയാ പറയണ്ടേ? ഞാൻ പറയണ്ടേ. ഹലോ ഫോക്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ആൻഡ് ഇന്ന് എൻ്റെ ഫ്രണ്ട് ധീരജ് എൻ്റെ കൂടെ ഉണ്ട്. എന്താ പറയുക, നമ്മളിതിന് മുൻപ് ഇതേ ജിമ്മിന്ന് ഒരു ചെസ് ഡേ അല്ലേ, ചെസ് ഡേ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഫോൺ ലൈക്ക് ഒരു എന്താ സാഹചര്യം എന്നാ പറയുന്നത്, ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഫോൺ പൊട്ടിപ്പോയി. അങ്ങനെ വ്ളോഗും പോയി. അത് അതിന് ശേഷമുള്ള വീഡിയോ ഉണ്ട്, അതിന് മുന്നത്തെ വീഡിയോ ഉണ്ട്, അത് മാത്രമല്ല ഇല്ല. പിന്നെ അതിന് ശേഷം നമ്മൾ ഇവൻ എൻ്റെ വീട്ടിലേക്ക് വന്നു വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇവൻ്റെ വീട്ടിലേക്ക് പോയി വീണ്ടും വ്ളോഗ് എടുക്കാൻ വേണ്ടി തന്നെ. അത് കഴിഞ്ഞ് വീണ്ടും ഇവൻ രണ്ടാമത് എൻ്റെ വീട്ടിലേക്ക് വന്നു. ഈ 3 വർഷം ഫുഡടി മാത്രം നടന്നു, നമ്മുടെ വ്ളോഗ് നടന്നിട്ടില്ല. ആൻഡ് ഇത് 4ാമത്തെ അറ്റംപ്റ്റ് ആണല്ല. പക്ഷെ നമ്മൾ ജിമ്മിൽ പോയി പക്ഷേ വ്ളോഗ് എടുക്കാൻ നടന്നിട്ടില്ല. ഇത് നമ്മുടെ 5ാമത്തെ അറ്റംപ്റ്റ് ആണ് വ്ളോഗ് എടുക്കുന്നതിൻ്റെ. അപ്പോൾ ഇത് സക്സസ്ഫുൾ ആവുമായിരിക്കും അല്ലേ? യെസ്. സോ ഇന്നൊരു ലെഗും ആപ്സും ചെയ്യാം. ചേട്ടനെ പോലത്തെ ആപ്സ്, അതാണ് എന്റെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ പ്രീ വർക്കൗട്ട് ധീരജ് കറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, ഓളാ ഫ്ലേവറാ? ഏതാ ഫ്ലേവർ? ഇത് ഏതായിരുന്നു? എന്തോ കോളയാ? അല്ല, കോളയല്ല, ഫ്രൂട്ട് പഞ്ച്. ഓ, ഫ്രൂട്ട് പഞ്ച് 2 സ്കൂപ്പിൽ കുറച്ച് വെള്ളം വെച്ചൊക്കെ ടേസ്റ്റ് ചെയ്യും. ഇത് ഇതൊന്നും എനിക്കറിയില്ല. ഈ കാലി ഇങ്ങനെ ആക്ക്. ഇത് ഫുട്ബോൾ വാങ്ങാനുള്ള നമുക്ക് ഇത് ചെയ്തല്ല, ഫുട്ബോളേഴ്സ് ലെഗ് ഡേ പറഞ്ഞിട്ട്. എടാ, നിനക്ക് ഈ ഡ്രാഗൺ ഫ്ലാഗ് അങ്ങനെ ഒരു വർക്കൗട്ട് അറിയാം? ഇല്ല. ഒരുത്തൻ്റെ വീഡിയോ ഉണ്ട്, ലൈക്ക് ആപ്സിന് ഏറ്റവും നല്ല വർക്കൗട്ട് ഡ്രാഗൺ ഫ്ലാഗ് ആണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഡയഗണൽ കേട്ടാ. ഓക്കെ, ഇതെല്ലാം ഇപ്പൊ ചെയ്തേ? ഓ, അത് ഡയഗണലിടാ. നീ ഇങ്ങനെ നിന്നിട്ട് ഫ്രണ്ട് ഇങ്ങോട്ടേക്ക്. അല്ലല്ല, ഇങ്ങനെ. നീ നേരത്തെ ചെയ്തത് ഇങ്ങനെ. ഇത് ഡയഗണൽ. കാല് ഇങ്ങനെ പോണം നിന്റെ ഇത് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ പോണം. മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. ഈ ചാടി പിടിക്കട്ടെ. സിമ്പിളായിട്ട് എല്ലാ കഴപ്പുകൾക്കും സപ്പോർട്ട് ഉണ്ട്. നോക്കടി, സ്റ്റൈൽ നോക്കടി. ഓ, അവന്റെ മസില്. ചാടിക്കാൻ പറ്റുമോ? ഏത്? ഇത് വേണം പിടിക്കാം, 2ാമത്തെ പിടിക്കാം. ഇത് പിടിച്ചോ. 3ാമത്തെ മൂക്ക് കുത്തി പാടില്ലാട്ടാ. ഈഗോ, ഈഗോ ഇല്ല. എത്തിയടാ. ഇപ്പൊ വിരല് തൊട്ടതേ ഉള്ളൂ. ഇല്ല, എത്തി. ജസ്റ്റ് ഒരു എണ്ണപ്പെടുത്താ മതി, സൂക്ഷിച്ചാ മതി. അനാവശ്യമായി മോട്ടിവേഷൻ. ഞാൻ സപ്പോർട്ടാക്കിയാ. ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. വേണ്ട, ഞാൻ 2ാമത്തെ പിടിക്കാം. അല്ല, 3ാമത്തെ വെറുതെ ഒരു ചാലഞ്ച്. 2ാമത്തെ പിടിക്കാം. 2ാമത്തെ എത്തി നോക്കട്ടെ. അവിടെ തന്നെ 3ാമത്തേക്ക് ജമ്പ് ചെയ്യുന്ന. വേണ്ട, ഞാൻ പറഞ്ഞ അങ്ങനല്ല, ഫുൾ കൈ വിട്ടിട്ട് അങ്ങനെ അറിയാൻ നോക്കട്ടെ. അത് മറ്റേ ഡബിള് അത് പറ്റില്ലടാ. അവിടുന്ന് മേലേക്ക് പറ്റുവാ? സിംഗിൾ പറ്റും, ഡബിള് പറ്റൂല. പേടിയാന്ന്. ട്രൈ ചെയ്യ്, ഒന്നും ആവൂല വീണാല്. ഇല്ലില്ല, നീ എന്തായാലും മുമ്പിലേക്ക് വീഴൂലല്ലോ. ഡബിള് നൈസാട്ടാ. പൊട്ടി. സിംഗിൾ ചെയ്ത് നീ ഇവിടുന്ന് ഇങ്ങോട്ട് ട്രൈ ആക്കി, അത് കിട്ടും. സിംഗിൾ പറ്റൂടാ.
ഡബിൾ പറ്റൂല. അല്ല ഇത് ഡബിൾ ട്രൈ ആക്കി നോക്ക്. ഇല്ലപ്പാ വിടാൻ എനിക്ക് മൈൻഡ് അനുവദിക്കൂല. ഇല്ല ഇവിടെ നിങ്ങളുടെ എളുപ്പാടാ. പക്ഷെ മറ്റേ ട്രൈ വാവ് നീ ചെയ്യണം. ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ആക്കിട്ട് നമ്മ മറ്റേ മസിലപ്പിന് ട്രൈ ചെയ്യൂലേ? അറിയില്ല. അങ്ങനെ ഒരു മേലേക്ക് പുള്ളി ചെയ്തിട്ട് ഓ നൈസ്. തിരിച്ചു വരുമ്പോ തുള്ളു. ഹെവി ചെയ്യുന്നുണ്ടോ? പുഷിയാ. നിന്റെ ഒന്നിച്ച് കഴിഞ്ഞ ആഴ്ച ലെഗ് ചെയ്തൊക്കെ ഓർമ്മയുണ്ട്. ഞാൻ ഹെവി ചെയ്തിന് ഫുൾ സ്റ്റാക്ക്. അടാ അത് ഇതല്ലേ ലൈറ്റ് ആണല്ലേ? ലെഗ് എക്സ്റ്റൻഷൻ ഗേൾസും ചെയ്യുന്നുണ്ട്. ഗേൾസിനെ കുറ്റം പറഞ്ഞ ഗേൾസിന് അവർക്ക് ഗ്ലൂട്ട്സും അവർക്ക് സ്ട്രെങ്ത് എക്സ്റ്റൻഷൻ കുറച്ച് കൂടുതൽ ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും ഫിസിക്കലി അവർക്ക് ഐ മീൻ ജന്മന കിട്ടുന്ന ഒരു ഇതാണ്. അവരെ ഗ്ലൂട്ട്സും ഹാംസ്ട്രിങ്ങും ഭയങ്കര സ്ട്രെങ്ത് കൂടുതലായി. അത് ശരി. അതുകൊണ്ടല്ലേ ലെഗ് പ്രസ് എല്ലാവർക്കും നല്ലോണം പുഷ് ചെയ്യാൻ പറ്റും. ലെഗ് പ്രസ് അല്ല എക്സ്റ്റൻഷൻ കൂടുതൽ ചെയ്യാൻ കണ്ടിട്ടുണ്ട്. കാരണം സ്ട്രെങ്ത് കൂടുതലാണ് ലെഗിനല്ലേ. അല്ല നമുക്കൊരു മോഡൽ ചെയ്യാം. എനിക്ക് അത്ര എനർജി ഇല്ല. ഓക്കെ അപ്പൊ ഫുൾ സ്റ്റാക്ക് ഇല്ല അല്ലേ? ഫുൾ സ്റ്റാക്ക് തന്നെയാണ് നീ ഇങ്ങനെ എന്നോട് അന്നത്തെ ലെഗ് ഡേയും പറഞ്ഞേ. അല്ല പിന്നെ നമുക്കില്ലേ നല്ല ഹെവി ചെയ്യാം. അത്ര വേണ്ട. നമുക്ക് നോക്കാം. നമുക്ക് ആ വർക്കൗട്ടിന്റെ ടൈമില്ല. ഒന്നാമത് നമ്മളിപ്പോ ഫസ്റ്റ് മീൽ ആയിട്ട് കുറെ സമയമായി. അല്ല സ്ക്വാട്ടിൽ സ്റ്റാർട്ട് ചെയ്യണം. സ്ക്വാട്ട് നീ എത്ര വരെ പോകും? സ്ക്വാട്ട് നീ പോകുന്നത്ര ഞാൻ പോകും. നിന്റെ അത്ര ഞാൻ പോവില്ല. നീ പോകുന്നത്ര ഞാൻ പോകും. ഞാൻ എത്ര അടിക്കുള്ളൂ. എന്നാ നമുക്ക് സ്ക്വാട്ട് ചെയ്യാം. ഓക്കെ. വെയിറ്റ് എങ്ങനെ ഇടുന്നത്? വാം ചെയ്യാം ഫസ്റ്റ്. ഫ്രീ ബാറാ? ഫ്രീ ബാർ 10 ഇട്ട് വാം ചെയ്യാം. ഞാനൊരു ആവേശത്തിന് പറഞ്ഞേട്ടാ 25 ഇടാന്ന്. പോവായിരിക്കും അല്ലേ? നീ ഓവറാക്കല്ലേ? അല്ല ഓവറാക്കുന്നില്ല. കാര്യം പറഞ്ഞു 15 ആഡ് ചെയ്തൂടെ? അപ്പൊ 70 സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു 100 പോവാന്ന്. 100 പോവാ. എത്ര റെപ്പ്? 10 റെപ്പ്. പോടാ. ഈസി. 10 ഇടാം. 10 അപ്പൊ എത്രയാവും? 90. അല്ല ഇത് 10 25 50 70 ആയില്ലേ? 20 ഇട്ടാ 90. 15 ഇട്ടാലോ? 3 സെറ്റല്ലേ? അവ 100 ആയി. 100 പിന്നെ ഒരു സെറ്റ് കൂടിയില്ലേ? അവ 10 ഇടാ. 120. റിപ്പോർട്ട് ചിരിക്കുന്നു. ലാസ്റ്റ് വൺ. 8. എന്താ മറ്റേ പോവും. പക്ഷേ റിസ്ക് ആണ്. പോവായിരുന്നു 10 പോവായിരുന്നു അല്ലേ? ഞാൻ സപ്പോർട്ട് തുടങ്ങിയിട്ടില്ല. അല്ല നീ സ്പോൺസേഡ് അത്ലീറ്റ് അല്ലേ? എടാ സ്പോൺസേഡ് അത്ലീറ്റ് അല്ലേ? സ്വന്തമായിട്ട് ബെൽറ്റ് ഇല്ല. സ്വന്തമായിട്ട് ബെൽറ്റ് ഇല്ല നിനക്ക്? കൾട്ട് സ്പോൺസേഡ്. അടിപൊളി. 10 പോവും കേട്ടോ. പോവും. ലാസ്റ്റ് ആട്ടോ. ഇതൊന്നും മേലെ നോക്കണല്ലേ? ഇത് കയറ്റി പോടുക.
നീ സപ്പോർട്ട് ചെയ്യാത്ത എന്താ? ഞാൻ നീ അടിക്കുന്നു വിചാരിച്ചു. നീ 9 കറക്റ്റ് അടിച്ചു. അതെ 9 നീ സപ്പോർട്ടാണ് അടിച്ചു. ലാസ്റ്റ് സ്റ്റെപ്പ് നീ ഒന്ന് പുഷ് ചെയ്തിട്ട് ഞാൻ പൊങ്ങിനെ. നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കിയേ. നീ ഫസ്റ്റ് തന്ന് നീ വിട്ട്. ഞാൻ വിട്ട് വെച്ചാൽ നീ ഇത് തരുമ്പോൾ കോൺഫിഡൻസ് ഉണ്ടാവും. പിന്നെ വിടുമ്പോൾ കുറച്ച് നീ പുഷ് ചെയ്യും ഈഗോ അടിച്ചിട്ട്. ഞാൻ വിചാരിച്ചേ നീ വിട്ടോന്ന് പറഞ്ഞോട്ടോ. ക്യാൻ ഹെൽപ്പ് യു? നീ പ്രോ അല്ലല്ല നീ 1 മിനിറ്റ് എടുത്ത് മുകളിൽ നോക്ക്. ഒമ്പടിച്ചില്ലേ നമുക്കില്ലേ 10 കയറ്റിട്ട് 6 പഠിച്ചാലോ? 6 5 4 5 പഠിക്കാം. നല്ല സപ്പോർട്ട് നല്ല സപ്പോർട്ട് ഇല്ല. ടൈറ്റ് പിടിച്ചാണോ? ഞാൻ പിന്നെ ഒറ്റ ബെൽറ്റ് സപ്പോർട്ട് ഇല്ല. നീ ഒറ്റ കടിക്കുന്നോണ്ട് നീ തരാത്ത ബെൽറ്റ് കാര്യമില്ല. ഞാൻ മറ്റേ ബ്രേസ് ചെയ്തിട്ടും സ്ഥലം ബാക്കിയുണ്ട്. ഓക്കെ കുഴപ്പമില്ല. 10 തരാം. 120. 10 താ. ഞാൻ കുറേ കാലത്ത് വെച്ച് എങ്ങനെ സ്കോട്ട് ചെയ്യുന്നത് തട്ടിക്കൂട്ടി ഒപ്പിക്കാനാണ്. പക്ഷെ വെയിറ്റ് എനിക്ക് പണ്ട് ഇഷ്ടമായിരുന്നു. ഇപ്പം ഇഷ്ടമല്ല. ഇതിപ്പോൾ എത്രയായി? 10 30 40. മെയിൻ ഫ്രീ സ്ക്വാട്ടിന്റെ ഗുണം 40 അങ്ങനെ 10 30 40 50. സോറി മാക്സിൽ കുറച്ച് വയ്ക്കാല്ലേ? മാക്സി സൂപ്പറാ. ഞാൻ അതുപോലെ മാക്സി അറിയുള്ളൂ. എടാ ഇത് tan θ - sin θ 1. അതെയാ? നിനക്കറിയില്ല. ആ മാക്സ് അല്ല ഞാൻ പറഞ്ഞത്. ഇത് കറക്റ്റ് ഇത് അറിയില്ല. നിനക്ക് ഹോളുണ്ട്. എടാ പിന്നില്ലേ ഞാൻ 120 എൻ്റെ PR ആണ് കേട്ടാ. ഞാൻ 3.5 ചെയ്തിട്ട് ഇതുവരെ. ഇല്ലല്ലേ അത് ഇട്ടാ മതിയാ? തെറ്റിച്ച വയലിൽ പോയിട്ടാല്ലേ? ഒന്നുകൂടി പുഷ് ചെയ്താ. ബ്രീസ് ചെയ്തേ. ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കറ. കോർ ടൈറ്റ് ചെയ്തേ. കാല് നല്ല ലോഡായി. എന്തേ? അല്ല നിന്റെ നല്ല ഫ്രെയിം ചെയ്യാൻ പറ്റൂലേ? യെസ്. 3 മതിയല്ലേ? 3 4 പുഷ് ചെയ്യാം. നമുക്ക് 3 എന്തായാലും മിനിമം. പിന്നെ മാക്സിമം നിന്റെ സപ്പോർട്ടില്ല. ടൈറ്റ് ചെയ്യുന്ന മാത്രമാണ്. പെട്ടെ 2 കൂടി. 1 more. താങ്ക്സ് ബ്രോ. നീ ഗിവ് അപ്പ് ചെയ്ത് അവിടെ പകുതിന്ന്. സെറ്റ് ഒറ്റ റെപ്പ് സപ്പോർട്ടുള്ളൂ. ബാക്കിയൊക്കെ ടൈറ്റ് ചെയ്തതാ ഇവിടെ. കുറേ കാലം ചെയ്തിട്ട് അല്ല കിട്ടുന്നില്ല. ഈസി ബോയ്. യെസ്. നമുക്ക് 3 reps. 3 reps നീ 2 reps എൻ്റെ സപ്പോർട്ടിൽ. യെസ്. സപ്പോർട്ടില്ല. ബസ്. യെസ്. Push. Yeah. Two more. Two more. Yes. 1. Last. Super. എത്ര അടിച്ചു? 5. 6 അടിച്ചില്ലേ? 6 അടിച്ചു. നടന്നില്ലേ? തല ഇറങ്ങി.
അടുത്ത വർക്കൗട്ട് എന്തോന്ന്? എക്സ്റ്റൻഷൻ ചെയ്യാം. ലെഗ് എക്സ്റ്റൻഷനാ? ഇനി ഹെവി ഉണ്ടല്ലോ. അങ്ങനെയല്ല, ഈ ബൾഗറിൻ അല്ലെങ്കിൽ വാക്കിംഗ് ലഞ്ചസ് ഒന്നും വേണ്ടല്ലോ. വാക്കിംഗ് ലഞ്ചസ് ആണെങ്കിൽ ബൾഗേറിയൻ കുറച്ച് ഹെവി അല്ലേ, നല്ല ഹെവി അല്ലേ. ബൾഗേറിയൻ ചെയ്യുന്നെങ്കിൽ ലൈറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അല്ല, നമുക്ക് എക്സ്റ്റൻഷൻ ചെയ്യാം. നമ്മൾ ഹാംസ്ട്രിങ് അധികം ഫോക്കസ് ചെയ്യുന്നില്ല. കഴിഞ്ഞ ലെഗ് ഡേയിലും ഹാംസ്ട്രിങ് ചെയ്തിട്ടില്ല. നമുക്ക് ഇന്ന് ഇത് ആർഡിയിൽ ചെയ്യാം. ഓക്കെ, ഡബിളാ? നിങ്ങൾക്ക് ബാറിൽ ചെയ്യാൻ ഡബിൾ ചെയ്യാം. ഡബിൾ ചെയ്യാം. ഡബിളാ നല്ലത്. ആ ഡബിൾ കുറച്ചും കൂടി നമുക്ക് സ്ട്രെച്ച് കൂടുതൽ ഫീൽ ചെയ്യും. ഓക്കെ ഓക്കെ, എന്നാൽ ഡബിൾ ചെയ്യാം. കഴിഞ്ഞ 2 വ്ളോഗ്, അതായത് ബാംഗ്ലൂരിൽ നിന്ന് സെയിം ജിമ്മിൽ നിന്ന് പറഞ്ഞ കാര്യമാണ്. എൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ വ്ളോഗ് ഇപ്പോൾ ഇൻട്രോ ഒക്കെ എടുത്തതാണ്, അതിലും പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ഞാനും കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നുണ്ട്, നീരജും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, എൻ്റെ തുടക്കം തൊട്ട് എന്ന് വെച്ചാൽ എനിക്കൊന്ന് 10K ആവുന്നതിന് മുമ്പ് നീ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് 10K ഫോളോവേഴ്സ് ആവുന്നതിന് മുമ്പ് തന്നെ ഇവൻ പറയുന്നുണ്ട് നീ ചെയ്യുന്നത് അടിപൊളിയാണെന്ന്. അടിപൊളി നല്ല കോണ്ടന്റ് അടിപൊളിയാണെന്നല്ല, ഈ ഇനിഷ്യേറ്റീവ് നല്ലതാണ്, കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത്. നേരെ മറിച്ച് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരൊക്കെ പറയുന്നത് അറിയോ, ഭയങ്കര ക്രിഞ്ച് ആവുന്നുണ്ട്. എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആൾക്കാർ അങ്ങനെ പറയൂടാ, ക്രിഞ്ച് എന്ന് പറഞ്ഞോളൂ. പക്ഷെ നമുക്ക് അതിൽ കുറച്ച് സക്സസ് കിട്ടുമ്പോൾ ആ ക്രിഞ്ച് എല്ലാവരും മറക്കും. ക്രിഞ്ച് ആവുന്നുണ്ട്, അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്. അതുവരെ ഭയങ്കര പുച്ഛം, കുറേ പുച്ഛം. ആ പുച്ഛിച്ച ആൾക്കാർ പല ആൾക്കാരും എന്നോട് പ്രൊമോഷൻ വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതൊന്ന് സ്റ്റോറി ഇടുമോ, പിന്നെ ഒന്ന് ഇത് റീപോസ്റ്റ് ചെയ്യുമോ. പ്രൗഡ് മൊമെന്റ് ആയിരിക്കും നമ്മൾ അവരോട് പുറത്ത് കാണിക്കില്ലെങ്കിലും. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തും ഇവൻ നല്ല സപ്പോർട്ടായിരുന്നു. അപ്പം ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഇവൻ ഇങ്ങനെ മറ്റേ അജു വർഗീസ് മോട്ടറാക്കുന്നതാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അല്ല, ലോങ് ടേമിൽ ഇവൻ ഉണ്ട്, കൂടെ ഉണ്ട്. ഇവനാണെങ്കിലും ഞാൻ പറയുന്നുണ്ട്, കളിയാക്കുന്നവർ കളിയായിക്കോട്ടെ പോസ്റ്റ് ചെയ്യുന്നേ. അതുപോലെ തന്നെ ഇവൻ സ്റ്റാർട്ട് ചെയ്ത സമയത്താണെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്ങനെയാ പോസ്റ്റ് ചെയ്ത്, എങ്ങനെ ഇതിന്റെ ഈ ആൽഗോരിതം എന്താ സംഭവം, എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കാം, നിന്റെ ഓഡിയൻസിലേക്ക് എത്തിക്കാം, ഈ ഒരു വേൾഡില് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. മാത്രമല്ല ഇവൻ കുറെ ഇടയ്ക്ക് ഗിവ് അപ്പ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ചവിട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവന് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ജിമ്മും ഡയറ്റും എല്ലാത്തിലും നല്ല മോട്ടിവേറ്റ് ആയി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡയറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാനിപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഫസ്റ്റ് ഞാൻ എനിക്ക് മെസ്സേജ് അയക്കും, ഞാൻ എൻ്റെ ഡയറ്റിൽ ഇത് മാറ്റിയിട്ട് ഇത് ഇടട്ടെ, അല്ലെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യട്ടെ. അപ്പം നിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നീ അത് പറഞ്ഞു തരും. ഇപ്പോൾ ഫുഡ് ആണെങ്കിലും എന്താ പറയുക, ഏത് ഇതാണെങ്കിലും. എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്താണെന്നറിയാം, ഇപ്പോൾ ഇതിപ്പോൾ നിന്നെപ്പോലെ തന്നെ ഞാൻ കുറേ ഇങ്ങനെ പറഞ്ഞുകൊടുത്തിട്ടുണ്ടെന്നല്ല, ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് വേറെ ആളുകൾ കിട്ടുന്ന നോളജ് ഞാൻ പാസ് ചെയ്തു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് വലിയ അറിവൊന്നുമില്ല ഈ കാര്യത്തിൽ. പക്ഷേ ഞാൻ കുറേ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവർക്ക് ബെറ്റർ ആവാൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ലെന്ന് വെച്ചിട്ട് ഭയങ്കര അല്ല, നീ ഇപ്പോൾ ഓഫ് ട്രാക്ക് ആയതാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് നോളജ് ഉണ്ടായിരുന്നു, നമുക്ക് ആ ട്രാക്കിലേക്ക് തിരിച്ചു വരാൻ പറ്റും. ഈ ഔട്ട് ഓഫ് ഷേപ്പ് എന്ന് പറയുന്നത് വലിയ ഔട്ട് ഓഫ് ഷേപ്പ് ആയിട്ടില്ല. നമ്മളുടെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ അന്ന് ഞാൻ ഇവിടെ അത്ര ആ ഒരു അതൊന്നും ഇപ്പൊ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതെന്ന് വെച്ചാല് അസമയത്തിന്റെ എന്താ പറയാ വോളിയം അല്ല, ഡെഫിനിഷൻ അടിപൊളിയായിരുന്നു. നമുക്ക് ഷോൾഡേഴ്സിന് നല്ല ഇതായിരുന്നു. അപ്പൊ നമ്മൾ ചെസ്റ്റിന് അടിച്ചിട്ടും ഷോൾഡറാണ് ഇങ്ങനെ കത്തി നിൽക്കുന്നത്. നിന്റെ പീക്ക് നീ കണ്ടിട്ട് അത് ആ പീക്ക് കുറച്ച് ഡൗൺ ആകുമ്പോൾ എപ്പോഴും ഓഫ് ട്രാക്ക് പോയാൽ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ്. നമുക്കൊരു മോട്ടിവേഷന് വേറെ ഒന്നും ആവശ്യമില്ല. നമ്മളെ പഴയ ഫോട്ടോ കണ്ടാൽ നമുക്ക് മോട്ടിവേഷൻ. ഇപ്പോൾ എനിക്ക് ഋത്തിക് റോഷനെ പോലെ ബോഡി ആക്കണം, അങ്ങനെ ആക്കണമെന്നല്ല ഇപ്പം എനിക്കുള്ളത്. എൻ്റെ പ്രൈമിലേക്ക് എത്തിക്കണം എന്നാണ് ഇപ്പം എൻ്റെ എയിം. അത് എത്തിച്ചാൽ തന്നെ ഒരു ഡീസൻറ്റ് ഫിസിക്കായി. അന്ന് നിന്റെ ഫ്രെയിം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്നുവെച്ചാൽ അന്ന് നീ ടീഷർട്ട് ഊരിയപ്പോൾ ഇവിടുന്ന് 4-5 ആൾ വന്ന് ചോദിക്കുകയും ചെയ്തു. അതാണ് ആ ഫ്രെയിം. ഇപ്പം എനിക്ക് തോന്നുന്നില്ല ഇപ്പം വന്ന് ചോദിക്കുന്നത്. ആ ഫ്രെയിം ഭയങ്കര അടിപൊളിയായിരുന്നു. കുഴപ്പമില്ല, ഞാൻ കംബാക്ക് ചെയ്യും സൂൺ. ഇന്നിപ്പോൾ എത്ര ഡേറ്റ്? ഇന്ന് 13 മെയ്. 14 ഒരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴേക്ക് ഓക്കെ പീക്ക്. ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴേക്ക് ഞാനൊരു എൻ്റെ പ്രൈമിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും എൻ്റെ ഒരു ബെസ്റ്റ് ഫിസിക്ക് ഞാൻ കാണിക്കും. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിൽ ഇത് കാണിച്ചിരിക്കും ഞാൻ. ഇത് എൻ്റെ ഒരു ഈഗോ ആണ്. മെയിൻ ഈഗോ. 70 ഓവർ എക്സ്പ്രഷൻ ഇടണ്ട. ഇത്ര വെച്ചേ നോക്കട്ടെ. 70. ഓ 70 തന്നെ. ഹെവിയാന്ന് കുറച്ച് നമ്മൾ സ്കോട്ട് ചെയ്തില്ലേ. 1
2 ഇവിടെ 2 70 77 ആക്കുന്നാല് ഇത് 10 റെപ്പ് ചെയ്യാം. ആവുക നിങ്ങൾക്കാവും. വെള്ളം തരുമോ? 77 വെക്കാൻ പറഞ്ഞപ്പോൾ ഇവൻ വെച്ചത് 94. എന്നിട്ട് ഡയലോഗും 94 അല്ല 90. ഇതാ 90 പട്ടിഷോ അല്ല, ഒരാളുണ്ട് നമുക്ക് ചെയ്യാൻ മൂടില്ലേ? അതെ അതെ 77 ചെയ്യാൻ പറ്റുമോന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യൂലേ. ചെയ്യും. എനിക്കത് ആലോചിക്കുമ്പോൾ ശ്വാസം വിട്ടത്. അല്ല റെപ്പ് നോക്കണ്ട, 2 റെപ്പ് 8 റെപ്പ് മതി. ഇപ്പോൾ നിൽക്കോ സിമ്പിളായിട്ട് പൊക്കുന്ന നിൽക്കോ. എന്താ ഞാൻ എന്താ മറ്റേ ചങ്ങയില്ലേ 1 എളുപ്പല്ലേ? 2 പൊട്ടിക്ക 3. ഇന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ലേ വീട്ടിൽ പോയിട്ട്? ഉണ്ടാവില്ലേ? ലെഗ് അടിച്ച പറഞ്ഞ ഞാൻ വല്ല സിംഗിൾ മസിൽ ചെയ്യാൻ തുടങ്ങിയാലോ വിചാരിക്കുന്നു. കുറച്ചും കൂടി വീക്ക് ഫോക്കസ് ചെയ്തിട്ട്. പക്ഷേ പുഷ് പുൾ കഴിയുമ്പോൾ നമുക്ക് നല്ല ഇത് കിട്ടുന്നുണ്ട്, റെസ്റ്റ് കിട്ടുന്നുണ്ട്, ബോഡി മസിലിൽ ക്വാളിറ്റി കൂടുന്നുണ്ട്. എന്ന് വെച്ചാൽ ആഴ്ചയിലും 2 പ്രാവശ്യം ചെയ്യുന്നു. പക്ഷേ 2 വർഷം കൂടും ചെയ്യുന്നതല്ല, മസിലിന് റിക്കവറിങ് കിട്ടുന്നു. 3 വർക്കൗട്ടല്ലേ ചെയ്യുന്നു. ശരിയാണ്. വെയിറ്റ് കൂട്ടണോ? വേണ്ടടാ, ഇതന്നെ മതിയല്ലേ? ആ അല്ല 6 റെപ്പ് പോരെ? ഞാൻ എത്ര 8 റെപ്പ് അടിച്ചേ നേരത്തെ? നേരത്തെ 10 അടിച്ചിനാ? 10 വിത്തൗട്ട് സപ്പോർട്ട് ഫുൾ സ്റ്റാക്ക്. ഫുൾ സ്റ്റാക്ക് അടിക്കാൻ പോവുകയാണ്. ഫുൾ സ്റ്റാക്കല്ലേ ഇപ്പൊ എന്നാ എല്ലാരും അടിക്കുന്നല്ലേ? മറ്റേ റീലിടുന്നാ മറ്റേ വീഡിയോ ഏത്? മറ്റേ അവന്റെ റസിന്റെ വീഡിയോ അല്ലേ? ആരംഭോ അമ്പമ്പോ കിരീടം എന്തിന് രാജാ. കേരളത്തിലെ വെയിറ്റ് ഒന്നും പോരാഞ്ഞിട്ട് ഞാനിപ്പോ ബാംഗ്ലൂർ ജിമ്മിൽ വന്നിട്ടുണ്ട്. പറ്റും കടിച്ചു കാണിക്ക്. ഞാൻ മറ്റേ റിയാക്ഷൻ ഇടാ. ചിരിച്ചോണ്ട് അടിക്കുന്നു, ചിരിച്ചോണ്ട് ഫുൾ സ്റ്റാക്ക്. പാർഷ്യലി ഞാൻ വെയിറ്റ് ഓർക്കണം. സെയിം വെയിറ്റ് റസിനെ ഫുൾ എല്ലാരും റിയാക്ട് ചെയ്തിട്ടാ വൈറലാക്കിയ. അതെ അതെ. ഹലോ പാച്ച, എനിക്ക് അപാര സ്ട്രെങ്ത് തന്നെയാണ്. ആ പിന്നെ 1 2 3 ഉണ്ട്. അത് കള്ളക്കളി അല്ല, ഞാൻ കൂടുതൽ മനസ്സിലാക്കിയത് കളിച്ചിട്ട് നിന്റെ സപ്പോർട്ടിൽ തന്നെ നോക്കിയത്. അതെ, അല്ല ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. 10 കിലോ ഇവൻ പൊക്കി, ബാക്കി ഗദ 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 ഗദ. ഇതിപ്പോ 35 ഉണ്ട്. 35 70 ചെയ്യല്. ഞാൻ 200 210 350 400 ചെയ്യുന്നവനാണ് ഈ പറയുന്നത്. നമുക്ക് 25 കൂടി ഇടാം. എത്ര? 25 അല്ല 20 അല്ലേ നീട്ടെ? 25 50 7 60 120 120 120 20 കൂടി ഇട്ടെന്നാല് 160 എത്ര? 160 160 സ്റ്റാർട്ട് ചെയ്യും. 6 7 പോടെ 8 മേലെടാ. ഇത് ഇപ്പൊ എത്ര വെയിറ്റ് ആയി? അത് 75 95 105 ഇപ്പോൾ 210. നീ എത്ര അടിക്കില്ലേ മാക്സിമം? 200 അടിക്കല്? 210 210 മാക്സിമം. 15 കൂടി ഇട്ടോ. 2 സെറ്റ് ഇല്ലോ? 3 സെറ്റ് അടിക്കാം.
ഇതിപ്പോ എത്രയായി? 210, 30, 240. കൗണ്ടർ എടുക്ക് പോയി. 12 ചെയ്ത്. 12. ഞാൻ ഒരു ആവേശത്തിന് എനിക്കൊരാളുണ്ടെങ്കിൽ ഭയങ്കര ആവേശമാണ് ലെഗ്. അങ്ങനത്തെ ആവേശമല്ല, എത്ര ആവേശം? എനിക്ക് ആവൂലെന്നറിയാം, എന്നാലും ഒരു അഹങ്കാരമൊക്കെ ചിലപ്പോൾ എൻ്റെ കറക്റ്റ് വേർഡ്. നെവർ ട്രൈ ദിസ് അറ്റ് ഹോം ഓർ ജിം. എനിക്ക് ഇഞ്ചറി ആകുമ്പോൾ പറയാത്. ജിമ്മിലെ വെയിറ്റ് മുഴുവൻ എവിടെ? മറ്റേത് ഏതോടെയാ? ആരെ? ജയറാമിൻ്റെ അല്ലേ? ആരംഭോ അമ്പമ്പോ. ഇങ്ങനെ ആക്ക്. അല്ലല്ല, ഒരു കണ്ണ്. കിരീടം എന്തിന് രാജാ. 1, 2. അടിപൊളി മാൻ, അടിപൊളി. 3. സൂപ്പർ. 4. അടിപൊളി. വാ. Easy. 8. 2 more. എടുക്കൊന്ന് സ്റ്റക്ക് ആയണ്ടിരാ. ഇല്ല വാ. 2 more. സപ്പോർട്ടില്ല. Zero support. മതി. അല്ല, എത്ര വെയിറ്റ് ഇടുന്നു? പോരെ? ആയില്ലേ? 2 റെപ്പ് ആയാ? 2 സെറ്റ് ആയാ? എനിക്കിനി വെയിറ്റ് കൂട്ടണ്ട, നീ കൂട്ടിക്കും. എനിക്കും വേണ്ട അങ്ങനെയാണെങ്കിൽ. കാരണം എനിക്ക് 8 റെപ്പേ പറ്റുന്നു. 8 റെപ്പ് പോയേ, എന്നാൽ 6 റെപ്പ് അടിച്ചാൽ മതി. അടുത്ത് ഇപ്പം എത്ര അടിച്ചാൽ നമ്മൾ? ഇതിപ്പോ 240. ഇന്ന് PR എടുക്കണ്ടേ? ഇതന്നെ PR. ധീരജ് ഇന്ന് മാസ് PR അറ്റംപ്റ്റ് ആണ്. സ്കോട്ട് അടിച്ചു, ഫുൾ സ്റ്റാക്ക്. സ്കോട്ട് അങ്ങനെ PR അടിച്ചു 6 റെപ്പ്. ഫുൾ സ്റ്റാക്ക് ലെഗ് എക്സ്റ്റൻഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 260 കിലോൻ്റെ ലെഗ് പ്രസ് ചെയ്യാൻ പോവാണ്. എത്ര? 260. 20 കേട്ടോ. അല്ല 20 ഇട്ടാല് 280. അല്ല 240 ഇപ്പോൾ. എന്നാൽ 280. മോനെ ധീരജേ, 20 എൻ്റെ മോനെ വെയിറ്റ് ഉണ്ട്. എന്നാ പിന്നെ ഇല്ല ജിമ്മിലെല്ലാം വെയിറ്റ് എടുത്തിട്ട് വെച്ചാൽ പിന്നെ ഞാൻ കഴിഞ്ഞ പുഷ് ചെയ്യുന്നില്ല കേട്ടാ. പോട്ടെ. എവിടെ കയറി നിൽക്കണോ? വേണ്ട ലേശം പട്ടി ഷോ വെയിറ്റ് നോക്കട്ടെ. വേണ്ട, ഈ വെയിറ്റിന് അടിച്ചാൽ മതി. ഇത് നീ 12 റെപ്പ് ചെയ്യും. അല്ല 12 റെപ്പ് നോക്കണ്ട. നീ ഒന്നും കഴിച്ചിനാ രാവിലെ? ബ്രെഡ്. ഞാൻ അറിയാണ്ട് നീ സിറിഞ്ചോട്ട് കുത്തി. ഇന്ന് മറ്റേ സിന്തോള് അത് പണ്ട് പോളിയോണ്ട് ഇത്. എന്നോട് ഇങ്ങോട്ട് ഇടവാ. എന്നോട് പണ്ട് എൻ്റെ സ്കൂളിൽ പഠിച്ച ചെക്കന്മാരുണ്ട്. അവരിങ്ങനെ അവർ ദുബായിൽ, ഞാൻ നാട്ടിൽ. അപ്പോൾ അവരിങ്ങനെ ഗ്രൂപ്പായിട്ട് തന്നെ വീഡിയോ കോൾ ആക്കി എടുക്കുന്നത്. എടാ, ഈ ചെക്കൻ എന്നോട് പറയുന്നത് നീ സിറിഞ്ച് കുത്തിയിട്ടുണ്ട്, എന്നിട്ട് ഇത്തിരി മസിലാക്കിയത് ശരി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞാ പണ്ട് ചെറുപ്പത്തിൽ പോളിൻ്റെ ഇഞ്ചക്ഷൻ വെച്ച് നീ ചിലപ്പോൾ അതായിരിക്കും എന്ന് പറഞ്ഞു. എന്നോടും ഒരുത്തൻ ചോദിച്ചത് നീ നിന്റെ മറ്റേ ഈ വീഡിയോ ഉണ്ടായിട്ട് ബംബിൾ ബി, ആ വീഡിയോ അയച്ചിട്ട് ഒരുത്തൻ ചോദിച്ചത് എടാ ഇവൻ മെഡിസിൻ എടുക്കുന്നത്. നമ്മളല്ലടാ നാച്ചുറൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണമല്ലോ. ബംബിൾ ബീൻ്റെ വീഡിയോ ഞാൻ റിമൂവ് ആക്കി. ഫേക്ക് നാറ്റി ആണെങ്കിലും ഫേക്ക് നാറ്റി ആണെന്ന്. സിന്തോള് കുത്തി അറിയിച്ചില്ല. സിന്തോള് കുത്തിനി. പിന്നെ സഫാൻ അറിയില്ലേ? സഫാനാ? നിന്റെ ഒരു ഫിസിക്കാ ഡൗട്ട് വന്ന ടൈപ്പ് ഫിസിക്കാണ്. ക്രിയാറ്റിനും പച്ചവെള്ളം കിണറ്റിലുള്ള. അല്ല ഞാൻ പറയട്ടെ, ഞാൻ കോൺഷ്യസ്ലി എൻഹാൻസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പം ആരെങ്കിലും എനിക്ക് കലക്കി തന്നിട്ടില്ല ബേ പ്രോട്ടീനിലോ ക്രിയാറ്റിനിലോ BCAA ആരെങ്കിലും ഞാൻ അറിയാണ്ട് എനിക്ക് കലക്കി തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നല്ല. നീ എന്നെ കാണുന്നത് നമ്മൾ ബോഡി ആയതിനു ശേഷമല്ലേ.
അപ്പം അങ്ങനെ ആരും തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അംഗനവാടി കിട്ടുന്ന അമൃതം പൊടിയിൽ ഇവർ സ്റ്റീറോയിഡോ അനബോളോ അങ്ങനെ പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ മാത്രമേ ഞാൻ എൻഹാൻസ്ഡ് ആവുള്ളൂ. ജസ്റ്റ് ലൈക്ക് അവിടെ വെയിറ്റ് കുറക്കാം. വെയിറ്റ് പോകൂടാ. പോവില്ല, നേരത്തെ കണ്ടിട്ടേ പോവും. നേരത്തെ ആ താഴെ വന്നിട്ട് 6 പഠിക്കോ ധീരജേ? പ്രപഞ്ചം ഏതൊരു പോരാളിക്കും ഏതൊരു ബീജുവിനും ഒരു അവസരം കൊടുക്കും. ചാവാനാ ഒരവസരം കൊടുക്കും അവരെ വീരത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട്. നിനക്കുള്ള അവസരം ഇപ്പോഴാണ്. ഇത് 250 കിലോ ഉള്ളൂ. എടാ കഴിവില്ലാത്ത ഫ്രണ്ടിനെ നോക്കി കഴിവില്ലാന്ന് പറയുന്നവരാണ് യഥാർത്ഥ സുഹൃത്ത്. അല്ലാണ്ട് എന്നെങ്ങാണ് വീട്ടിലടിക്കുന്ന ചങ്ങായാണിത്. എവിടെ നീ ഈസി ബഡി, ഈസി 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 ഈസി. ഇല്ല പറ്റും. ഇറക്ക് ലോഡ് മൈൻഡ് ലോഡ്. ബെൽറ്റ് ഇടണോ? വേണ്ട, ബെൽറ്റ് വേണ്ട. മൈൻഡിലേക്ക് ലോഡ് കൊടുത്താൽ മതി. മൈൻഡ് ഫുൾ ബോഡി എവിടെ ഈ പോയിന്റിലേക്ക് വരണം നിൻ്റെ. യെസ് കുറച്ചുകൊണ്ട് ഇറക്കിക്കോ, ഞാൻ പൊക്കിത്തരാം. 1 2 3. സൂപ്പർ. 4. നൈസ് വൺ ബഡി, നൈസ് വൺ. 7. ചുമ അടിക്കൂലേ? നീക്കൊരു സ്ട്രെയിൻ വരുന്ന പോലെ തോന്നുന്നുണ്ട്. മതി. അടുത്ത വർക്കൗട്ട് റിവേഴ്സ് മെഷീൻ കേൾ. റിവേഴ്സ് അല്ല, ലെഗ് കേൾ. കാരണം റിവേഴ്സ് മറ്റത് തിരിഞ്ഞു കിടക്കുന്നു. അങ്ങനെയാ? ഇത് ലെഗ് കേൾ. ഓക്കെ, എന്നാൽ ലെഗ് കേൾ ഹാംസ്ട്രിങ്ങിനുള്ളത്. വെയിറ്റ് ഒരു 25-35 എത്രയുണ്ട്? മതി, ഇത്ര മതി. മതിയോ? ഇത് നമ്മൾ തോന്നിയ വെയിറ്റ് അടിക്കാം. ഇവൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്ത പ്രശ്നം എന്താ വെച്ചാൽ ഇവൻ ക്വാഡ്സ് ആണ് മെയിൻ ഫോക്കസ്. ഇവന് ഹാംസ്ട്രിങ് വലിയ താല്പര്യമില്ല. കഴിഞ്ഞ ലെഗ് വർക്കൗട്ട് ഇത് തന്നെയായിരുന്നു. അതേ സീന്. നീ കഷ്ടപ്പെടുമ്പോ ഞാനിങ്ങനെ കണ്ണാടിയുടെ ഇഷ്ടം. നാളെ ലീവ് എടുത്താലോ വിചാരിച്ചു. എന്താ ലീവ് എടുക്കായിരുന്നില്ലേ? ഇനിയിപ്പോ കുഴപ്പമില്ലല്ലോ. അയ്യോ, ഞാൻ ഏത് കമ്പനിയാണെന്നും പറയല്ലേ. ഇവന്റെ മാനേജറിന്റെ ശ്രദ്ധയ്ക്ക് ഇവനിപ്പോ ലോഗിൻ ചെയ്തിട്ടുള്ളത്. ഇല്ല, സമയം ഇപ്പോൾ രാവിലെ 9 മണി. ഇരുട്ടായി. സമയം ഞാൻ വീഡിയോയിൽ ഇങ്ങനെ മുകളിൽ കാണിക്കും. എത്ര? 50. ഓ, ഇവൻ വെയിറ്റ് കൂട്ടിയാ എന്നോട് പറയാണ്ട്. ലാസ്റ്റ് വിശക്കുന്നോണ്ട് ലാസ്റ്റ് അല്ലേ? ബാ, ഇത് സ്ലോ ആക്കണ്ട. ബാക്കിലേക്ക് ലോഡ് പോകുന്നു. 12 ചെയ്തു. ലാസ്റ്റ് സെറ്റ് ഞാൻ പുഷ് ചെയ്താ. അല്ലേ എന്താ മോർണിംഗ് ഇവൻ്റെ കൂടെ ലെഗ് വർക്കൗട്ട് ചെയ്ത് ചെസ്റ്റ് വലിയ കുഴപ്പമില്ല, ലെഗ് കുറച്ച് സീനാണ്. അല്ല ഞാനും ചെയ്യില്ലടാ, ഒറ്റയ്ക്കുണ്ടാ ഞാൻ ചെയ്യില്ല. നീ ഉള്ളതുകൊണ്ടാ, നീ നല്ലോണം വെയിറ്റ് പുഷ് ചെയ്യാൻ അറിയാം. അതുകൊണ്ട് നിന്റെ ധൈര്യത്തിൽ ഞാൻ ചെയ്തത്. നീ നല്ലോണം വെയിറ്റ് എടുക്കില്ലേ? ലെഗ് ഗത പോലത്തെ കാലാണ്. ഇവിടെ സെറ്റ്. നീ 77 പഠിച്ചേ? അല്ല 70 അല്ലേ അടിച്ചത്? 77. 77 അല്ലേ? എൻ്റെ ഓർമ്മ 70 അടിച്ചത്. 70 നീ കഴിഞ്ഞ സെറ്റ് അടിച്ചില്ലേ? കഴിഞ്ഞ സെറ്റ് 63 അല്ലേ അടിച്ചത്? ഇവിടെ ലാസ്റ്റ് സെറ്റ് ഇത് കഴിഞ്ഞ് നമ്മള് ഫുഡ് കഴിക്കാൻ പോകുന്നു. ഹെവി ചിക്കൻ. ചിക്കൻ യെസ്, മസാല ചിക്കൻ യെസ്.
ജ്യൂസ് ജ്യൂസ് വാ 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 ചിരിപ്പിച്ചാ പോവില്ല. പോവും 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 വാ. Ready. 2 3. പിന്നില്ലേ നിന്റെ എഡിറ്റിങ്ങിൽ ഞാൻ ഭയങ്കര ചെയ്ത പോലെ തോന്നലട്ടാ. ഏത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ നീ റെസ്റ്റ് എടുക്കണ്ട, നീ കളിക്ക്. 3 ആയി. 3 5 അല്ല 6. ആദ്യത്തെ 5 എന്നാ പിന്നെ 8. നീ പ്രതികാരം കുട്ടിയല്ല. അല്ല നീ ആഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടേ. നിന്റെ കാഫിനത് മതിയാവുന്നുണ്ടോ? നിന്റെ കാഫിനത് മതിയാവുന്നുണ്ടോ? വാമപ്പാ ബാഹുബലി. ആപ്സ് വർക്കൗട്ട് പ്ലാനിലുണ്ടായിരുന്നു, പക്ഷേ നമ്പർ 1 3 പോയിന്റുകൾ കാരണം ചെയ്യാൻ പറ്റിയില്ല. ഒന്ന് എനർജി ഇല്ല, ഒന്ന് ജിമ്മിൽ തിരക്കായി, പിന്നെ എനിക്കിന്ന് തിരിച്ച് നാട്ടിൽ പോകാനുണ്ട്, ടൈമില്ല. സോ അതുകൊണ്ട് ആപ്സ് ഒഴിവാക്കി. നീ ആപ്സ് ചെയ്യലുണ്ടോ പൊതുവെ? ഞാൻ ഇപ്പോൾ എപ്പോഴെങ്കിലും ആഴ്ചയിൽ ലെഗിനോട് ചെയ്യാറുണ്ടോ? ലെഗിൻ്റെ കൂടെ അതാണ് ടൈം ഉണ്ടാകുന്നുള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ ലെഗ് ഡേ നല്ല ഹെവി ആയി പോയാൽ എനർജി ഇല്ലെങ്കിൽ ചെയ്യൂല. ജിമ്മ് വൈൻഡപ്പ് ചെയ്തു, ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. അവിടെ നിന്ന് പറ്റിയെങ്കിൽ ഫുഡ് എന്താ കഴിക്കുന്നതെന്ന് കാണിച്ചാലൊക്കെ ചെയ്യാം. അത് വേണം. എന്താ ചീറ്റ് മീൽ ആയിരിക്കൂലേ? ചീറ്റ് മീൽ കുഴപ്പമില്ല, ലെഗ് ഡേൻ്റെ ദിവസം ചീറ്റ് മീൽ കുഴപ്പമില്ല, നമ്മൾ അത്രയും ബേൺ ചെയ്തില്ല. പിന്നെ എനിക്ക് ചീറ്റ് ആവാം, ശിവൻ ഡയറ്റ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കട്ടിങ് അല്ല, കുറച്ച് ബൾക്ക് ഇവനെ പോലെ സൈസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ലീനായിട്ട്. അതെ അതെ, ബൾക്ക് ചെയ്യുന്നുണ്ട്, ബൾക്ക് ആവുന്നുണ്ടല്ലേ? കുറച്ച് ഉണ്ട് ചെറിയ രീതിയിൽ ബൾക്ക് ആവുന്നുണ്ട്. ഞാനിങ്ങനെ കളുക്കാവുന്നുണ്ട്. ഇവനെ പോലെ എല്ലാം ആവണല്ലോ ഒരു നാൾ. അങ്ങനെ മോട്ടർ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ യമഹൊക്കെ ഉണ്ടാവില്ല ഇത്രയും നല്ല മോട്ടർ. അതെ, നീയാണ് ഏറ്റവും വലിയ മോട്ടർ. ഇവന്റെ നാട്ടിലെ ജിമ്മിൽ പോയപ്പോ എനിക്ക് മനസ്സിലായി എല്ലാരും മോട്ടർ ആക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവര് വെറുതെ അല്ല എല്ലാരും. ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആണ് എല്ലാവരുടെ അടുത്തും, അതുകൊണ്ടാണ് എല്ലാവരും മോട്ടർ ആക്കുന്നത്. യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് നല്ല അടിപൊളിയായിരുന്നു. ഞാൻ ആക്ച്വലി കുറേ കാലത്തിന് ശേഷമാണ് നല്ലൊരു വർക്കൗട്ട് ചെയ്യുന്നത്. ഐ മീൻ ലെഗ് വർക്കൗട്ട് ചെയ്യുന്നത്. ടുവേർഡ്സ് ഹാംസ്ട്രിങ്ങും കാഫും നമ്മൾ കുറച്ചൊന്ന് ഉഴപ്പി, എനർജി കുറവായിരുന്നു. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. മറ്റൊരു വ്ളോഗായിട്ട് നമ്മൾ പിന്നെയും വരും. നമ്മളല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ പിന്നെയും വരും. എനിക്ക് ആക്ച്വലി എനിക്ക് ജിം വ്ളോഗ് അല്ലാതെ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ചെയ്യണമെന്നുണ്ട് കുറച്ചും കൂടെ. പക്ഷെ എന്താണ് ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് ഐഡിയ കിട്ടുന്നില്ല. പിന്നെ വെച്ചാൽ നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോൾ നമുക്ക് യൂഷ്വലി ചെയ്യുന്ന കാര്യങ്ങൾ അധികം എൻജോയ് ചെയ്യാൻ പറ്റില്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇന്നത്തെ വർക്കൗട്ട് പിന്നെ നമ്മൾ കുഴപ്പമില്ലാണ്ട് ചെയ്തു. പക്ഷെ ഒറ്റക്കെല്ലാം വ്ളോഗ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാൻ ഒറ്റക്ക് വ്ളോഗ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒറ്റക്ക് ജിം വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് പറ്റൂല. കൂടുതൽ വെയിറ്റ് പോകില്ല, കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റൂല, പിന്നെ ക്യാമറ കോൺഷ്യസ് ആയിരിക്കും നമ്മൾ, ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ കൂടുതൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ ചെയ്യും. I'll come back with very more and good videos. Until then, bye. പോയി ഇങ്ങനെ